ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇന്നേ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം വരെ പഠിപ്പിച്ച എല്ലാം നിങ്ങൾ നോക്കിയോ? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് സെപ്പറേറ്റിംഗ് മിക്സ്ചേഴ്സ്. നമ്മൾ എന്താണ് മിക്സ്ചർ എന്നൊക്കെ കണ്ടുല്ലേ? അപ്പോൾ നമുക്കിനി എങ്ങനെ അവരെ സെപ്പറേറ്റ് ചെയ്യാം, ഓക്കെ, എന്ന് നമുക്ക് നോക്കാം. അതാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഓർക്കാൻ വേണ്ടി വാട്ട് ഈസ് എ മിക്സ്ചർ എല്ലാവരും ഒന്ന് പറഞ്ഞേ. നമ്മൾ പഠിച്ചായിരുന്നല്ലോ, എന്തായിരുന്നു മിക്സ്ചർ? യെസ്, അതായത് എന്താണ്? എ മിക്സ്ചർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ സബ്സ്റ്റൻസ്. ഓക്കെ, അതാണ് എന്ത്? മിക്സ്ചർ. ഇനി എക്സാമ്പിൾസ് എല്ലാവരും ഒന്ന് പറഞ്ഞേ മിക്സ്ചറിൻ്റെ. സാൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, പിന്നെ ഇവിടെ കൊടുത്തേക്കുന്ന എക്സാമ്പിൾസ്, പിന്നെയോ ലൈം ജ്യൂസ്, അങ്ങനെ ഇഷ്ടം പോലെ എക്സാമ്പിൾസും പഠിച്ചായിരുന്നു. അപ്പോൾ മിക്സ്ചർ എന്താണെന്ന് പഠിച്ചു, എക്സാമ്പിൾസ് എന്താണെന്ന് എല്ലാവരും പഠിച്ചല്ലേ? എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഇനി ഇവിടെ എങ്ങനെയാണ്, അതായത് മിക്സ്ചറിൽ ഒന്നിൽ കൂടുതൽ എന്തുണ്ട്, ഓരോ കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ ആ കമ്പോണൻസിനെ എങ്ങനെ നമുക്ക് വേർതിരിച്ചെടുക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് മിക്സ്ചറിനെ പറ്റി നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മിക്സ്ചർ റൈസ് പ്ലസ് സ്റ്റോൺസ്. അതായത് നമ്മുടെ അരിയിൽ കല്ല് കാണത്തില്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ ആ റൈസിനെയും, അതായത് അരിനെയും കല്ലിനെയും എങ്ങനെ വേർതിരിച്ചെടുക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ നോർമലി എങ്ങനെയാണ് ചെയ്യാറ്? അതെ, നമ്മൾ കൈകൊണ്ട് കല്ല് പറക്കി കളയുകയല്ലേ ചെയ്യുന്ന, അതായത് ഹാൻഡ് പിക്കിംഗ്. മെത്തേഡ് ഓഫ് സെപ്പറേഷൻ എന്താണ്? ഹാൻഡ് പിക്കിംഗ്, കൈകൊണ്ട് പറക്കി കളയുന്നു. ഓക്കെ, ഇവിടെ എന്ത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തേക്കുന്നത്? നിങ്ങളിത് പഠിക്കണം കേട്ടോ. അതായത് ഇവിടെ എന്ത് പ്രോപ്പർട്ടിയാണ്? അതായത് അതിൻ്റെ ആ സൈസും ഷേപ്പും കളർ ഡിഫറൻസും കൊണ്ടാണ് നമുക്കത് വേർതിരിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ പറഞ്ഞാൽ മതി, സൈസ്, ഷേപ്പ്, കളറ്. ഓക്കെ, സൈസ്, ഷേപ്പ്, കളർ കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ പ്രോപ്പർട്ടി വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റൈസിനെയും സ്റ്റോണിനെയും വേർതിരിച്ചെടുക്കുന്നത്. ഇനി അടുത്തത് അയൺ പ്ലസ് സാൻഡ്. അയൺ പ്ലസ് സാൻഡ്, അവിടെ നമുക്കെങ്ങനെ ഈ അയണിനെയും സാൻഡിനെയും വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റും? അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ മുറ്റത്ത് നമുക്ക് അയൺ കണ്ടൻസും ഉണ്ടാവും, അതോടൊപ്പം തന്നെ മണ്ണും ഉണ്ടാവും. നമുക്ക് എങ്ങനെ അയൺ കണ്ടൻറ്റിനെ വേർതിരിച്ചെടുക്കാൻ പറ്റും? നമ്മളൊരു കാന്തം കൊണ്ടുപോയി ആ മുറ്റത്തേക്കടെ കൊണ്ടുപോയാൽ മതിയില്ലേ? നമ്മുടെ അയൺ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് സെപ്പറേഷനാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് ഈ മാഗ്നറ്റിക് സെപ്പറേഷൻ സാധ്യമാവുന്നത്? മാഗ്നറ്റിസം. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഒരു മിക്സ്ചർ വന്നിട്ട് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ചോദിക്കും, എന്ത് പ്രോപ്പർട്ടിയാണ് അവിടെ യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കും. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാവേ. ഓക്കെ, ഇനി മൂന്നാമത്തെ സാൾട്ട് പ്ലസ് വാട്ടർ. നമ്മുടെ കടലിലൊക്കെ വെള്ളമില്ലേ, ഉപ്പുവെള്ളം, അതിൽ നിന്ന് നമുക്ക് എങ്ങനെ വാട്ടറും അതുപോലെ തന്നെ സാൾട്ടും നമുക്ക് എങ്ങനെ വേർതിരിച്ചെടുക്കാൻ പറ്റും? ഓക്കെ, എന്ത് ചെയ്താൽ മതി? അതായത് ഇപ്പോൾ നമ്മൾ കടലിൽ നിന്നേ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് വെച്ചു, വെള്ളം എടുത്തു. എന്നിട്ട് വെയിലത്ത് വെച്ച് എന്ത് സംഭവിക്കും? ആ വെള്ളം നീരാവിയായി പോയി അവിടെ ബാക്കി എന്തുണ്ടാകും? സാൾട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ നടക്കുന്ന ആ സെപ്പറേഷൻ, സാൾട്ട് വേർതിരിച്ചെടുക്കുന്ന എങ്ങനെയാണ്? ഇവാപ്രേഷൻ വഴി. ഓക്കെ, അവിടുത്തെ പ്രോപ്പർട്ടി എന്താണ്? വാട്ടർ ഇവാപ്രേറ്റ്സ് ചെയ്യുന്നതുകൊണ്ടാലോ നമുക്ക് എന്ത് ചെയ്യുന്നത്? സാൾട്ട് വേർതിരിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രോപ്പർട്ടി വാട്ടർ ഇവാപ്രേറ്റ്സ്. എല്ലാവരും പഠിച്ചു ഇത്രയും? അപ്പം ഞാൻ ചോദിക്കട്ടെ. ഓക്കെ, ഈ 3 എണ്ണം കൂടി കഴിഞ്ഞ് ഞാൻ ചോദിക്കാവേ. ഇനി പാഡി പ്ലസ് ചാഫ്. അതായത് പാഡി, അതായത് അരിയുടെ തവിടുമില്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അരി വേർതിരിച്ചെടുക്കാൻ പറ്റുന്നത്?
വിനോയിങ്. അതായത് എന്താ, നിങ്ങൾ പാട്ടുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ, അരി പാട്ടുന്ന, അതായത് എന്താണ്, ആ തവിട് നീക്കം കളയാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്? കാരണം ആ തവിടെന്ന് പറയുന്നത് എന്താ, വളരെ വെയിറ്റ് കുറഞ്ഞ ഒന്നാണ്. പിന്നെ വെയിറ്റ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. പാഡി പ്ലസ് ചാഫ്. ചാഫ് എന്ന് വെച്ചാൽ തവിട്. വെയിറ്റ് ആൻഡ് വിൻഡ്, അതായത് കാറ്റ് വരുമ്പോൾ പറന്നു പോകുന്ന അത്രയും വെയിറ്റ് കുറവാണ്. ഓക്കെ, വിനോയിങ്, ഇത് പഠിക്കുക. ഓക്കെ, ഇനി ബട്ടർ പ്ലസ് കേർഡ്. കേർഡിൽ നിന്നും എങ്ങനെയാണ് ബട്ടർ വേർതിരിച്ചെടുക്കാൻ പറ്റുന്നത്? ചേണിങ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നിങ്ങളുടെ മുത്തശ്ശിമാരൊക്കെ ഇങ്ങനെ എന്താണ്, അതായത് ഈ മോര് കലക്കുക ഈ കലക്കുന്ന കണ്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ മോര് കലക്കി അതിൽ നിന്ന് എന്തെടുക്കും, ബട്ടർ വേർതിരിച്ചെടുക്കും. ഓക്കെ, അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഡെൻസിറ്റിയാണ്. അതായത് എന്താണെന്നോ, ഈ ബട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. ബട്ടറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഓക്കെ, അത് ശരിക്കും എന്താണ്, ഈ മോരിൻ്റെ മേലേക്കിടെ ഇങ്ങനെ ഓടി കളിച്ചു പോവും. പക്ഷെ കേട് എന്താണ്, കേട് അടിത്തട്ടിലല്ലേ കിടക്കുന്നത്, മേലെ ബട്ടറും താഴെ കേടും. അപ്പോൾ കേടിൻ്റെ വെയിറ്റ് കൂടുതലല്ലേ, അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ വേർതിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടീ പ്ലസ് ടീ ലീവ്സ്. ടീ പ്ലസ് ടീ ലീവ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് എങ്ങനെ അതിനെ വേർതിരിച്ചെടുക്കാൻ പറ്റും? ഫിൽട്രേഷൻ വഴി. ഓക്കെ, ഫിൽട്ടർ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ അരിച്ചെടുക്കൂലേ, നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ അരിപ്പ വഴി അരിക്കും അല്ലേ, മട്ട് മാറി നിൽക്കും. ഓക്കെ, അപ്പോൾ ആ പാർട്ടിക്കിൾ സൈസ് കൊണ്ടാണ് നമുക്കത് അരിക്കാൻ പോസിബിൾ ആവുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിച്ചോ? ഞാൻ ചോദിക്കട്ടെ, റൈസും സ്റ്റോൺസും ഏത് മെത്തേഡ് ഓഫ് സെപ്പറേഷനാണ് യൂസ് ചെയ്യുന്നത്? ഹാൻഡ് പിക്കിംഗ്. പ്രോപ്പർട്ടി ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ ഞാൻ ഒരെണ്ണം കൂടി ചോദിക്കാം. പാഡി പ്ലസ് ചാഫ് ഏത് പ്രോപ്പർട്ടിയാണ്? വെയിറ്റ്. പിന്നെയോ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഏതാണ്? എല്ലാവരും ഒന്ന് ഓർത്ത് നോക്കിയേ, ആ വേർഡ് പഠിച്ചു വയ്ക്കുക, വിനോയിങ്. ഓക്കെ, ക്ലിയർ ആണോ? നമുക്ക് ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ആകുമ്പോൾ ഒന്നുകൂടി ചോദിക്കുകയെ. അപ്പോൾ നിങ്ങളിപ്പോൾ പഠിച്ച് പോവാം നമുക്ക്. ഇനി നമ്മുടെ പേജ് നമ്പർ 92 വരുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പം നമുക്കതൊന്ന് നിങ്ങൾ പറയാൻ നോക്കണേ, തന്നെ ആൻസർ പറയണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡു റൈസ് ആൻഡ് സ്റ്റോൺസ് ഹാവ് സെയിം കളർ ഓർ ഷേപ്പ് ഓർ സൈസ്? സെയിം കളർ, സെയിം ഷേപ്പ്, സെയിം സൈസ് ആണോ? അല്ല, നോ. വെരി ഗുഡ്. ഇനി വിച്ച് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഹാൻഡ്? നമ്മൾ പഠിച്ചായിരുന്നു, ഏതാണ്? യെസ്, വെരി ഗുഡ്, റൈസ് ആൻഡ് സ്റ്റോൺസ്. ഇനി ക്യാൻ ബി സെപ്പറേറ്റ് ഇഫ് ബോത്ത് ആർ സെയിം സൈസ് ആൻഡ് കളർ? നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരേ ഷേപ്പ് ഒരേ കളറ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരേ സൈസ് ആണെങ്കിൽ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അതാണ് അവിടെ ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സൈസ്, ഷേപ്പ്, കളർ കൊണ്ടാണ് നമുക്ക് വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റുന്നതെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ അയൺ ബി സെപ്പറേറ്റഡ് ഫ്രം സാൻഡ് ബൈ മാഗ്നറ്റ്? പറ്റുമോ? യെസ്, വെരി ഗുഡ്. വിച്ച് പ്രോപ്പർട്ടി ഈസ് യൂസ്ഡ്? അവിടെ ഏത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്? മാഗ്നറ്റിസം. വെരി ഗുഡ്. ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നതെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഈ ടേബിൾ പഠിച്ചു വെച്ചാൽ ഏതൊരു ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതാണ് നിങ്ങൾക്ക് ടേബിളായിട്ട് ഇവിടെ തന്നേക്കുന്നത്. ഓക്കെ, ഇത് ടെക്സ്റ്റ് ബുക്കിലില്ല, നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസും കൂടി നമുക്ക് നോക്കാവേ. റിമൂവിങ് ടീ ഡസ്റ്റ് ഫ്രം ടീ. അതായത് നമ്മൾ ആ പഠിച്ച സാധനങ്ങൾ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ്. എന്ത് മെത്തേഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്? യെസ്, ഫിൽട്രേഷൻ. അവിടുത്തെ പ്രോപ്പർട്ടി എന്താണ്? പാർട്ടിക്കിളിൻ്റെ സൈസ്, അല്ലെങ്കിൽ സൈസ് എന്ന് എഴുതിയാൽ മതി. പിന്നെ റിമൂവിങ് സ്റ്റോൺസ് ഫ്രം റൈസ് എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? യെസ്, ഹാൻഡ് പിക്കിംഗ്. അവിടുത്തെ പ്രോപ്പർട്ടി എന്താണ്? സൈസ് ഡിഫറൻസ്, അല്ലെങ്കിൽ സൈസ്. ഇനി അടുത്തത് പ്യൂരിഫയിങ് മഡ്ഡി വാട്ടർ. അതായത് നമ്മൾ ചെളിവെള്ളമില്ലേ, അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ മഡ് വേർതിരിച്ചെടുക്കുന്നത്?
സെഡിമെൻറ്റേഷൻ അല്ലെങ്കിൽ ഡീകാൻറ്റേഷൻ അല്ലെങ്കിൽ ഫിൽട്രേഷൻ. നിങ്ങൾ ഈ ഫിൽട്രേഷൻ പഠിക്കാൻ എല്ലാവർക്കും എളുപ്പമല്ലേ? അപ്പോൾ ഫിൽട്രേഷനോ പഠിച്ചു വെച്ചോ. അവിടെ എന്താണ് പ്രോപ്പർട്ടി? എന്താണ്? ഡെൻസിറ്റി. ഓക്കെ, അതായത് മണ്ണിനാണോ വെള്ളത്തിനാണോ ഡെൻസിറ്റി കൂടുതൽ? മണ്ണിനല്ലേ. കാരണം മണ്ണ് എന്താണ്? അടിത്തട്ടിലല്ലേ നിൽക്കുന്നത്. അതിന് വെയിറ്റ് കൂടുതലായതുകൊണ്ട് അത് അടിയിൽ ഡെപ്പോസിറ്റായിട്ട് കിടക്കും. ഓക്കെ, അപ്പോൾ പ്യൂരിഫയിങ് മഡി വാട്ടർ എന്താണ്? ഫിൽട്രേഷൻ. ഓക്കെ, അതാകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും ഫിൽട്രേഷൻ. ഇനി ഗെറ്റിംഗ് സാൾട്ട് ഫ്രം സീ വാട്ടർ എന്താണ് അവിടെ? ഇവാപ്പറേഷൻ. പ്രോപ്പർട്ടി യൂസ്ഡും നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാൽ മതി? വാട്ടർ ഇവാപ്പറേറ്റ്സ് അത് പറഞ്ഞാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ സൊല്യൂബിലിറ്റി, അതായത് എന്താണ്? അതിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. അപ്പോൾ അത് പറയണമെന്നില്ല, നിങ്ങൾ മറ്റു തന്നെ പറഞ്ഞു. അതല്ലേ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പം. ഇനി അടുത്തത് സെപ്പറേറ്റിംഗ് ഗ്രാവൽ ഫ്രം സാൻഡ്. അതായത് നമ്മുടെ സീവിങ് വഴി എന്താണ്? നമുക്ക് ഈ സാൻഡിൽ നിന്ന് ഗ്രാവൽസ് വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റും. കാരണം അതിൻ്റെ സൈസ് ഡിഫറൻസ് കൊണ്ടാണ്. ഓക്കെ, നോക്കിക്കേ, ഞാൻ ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, സീവിങ് പ്രോസസ്സ് എന്താണ്? നമ്മൾ അരിച്ചെടുക്കൂലേ നമ്മുടെ അരിപ്പ വഴി. ഇനി ഫിൽട്രേഷൻ, ആ സെയിം മീനിങ് തന്നെയാണ് ഫിൽട്രേഷൻ. ഇനി സെഡിമെൻറ്റേഷൻ, ഡീകാൻറ്റേഷൻ നിങ്ങൾ പഠിക്കണമെങ്കിൽ പഠിക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിരിക്കുന്നതാണ്. ഇവിടെ നോക്കിക്കേ, സെഡിമെൻറ്റേഷൻ. ഇതാണ് എന്ത്? ഡീകാൻറ്റേഷൻ. അതായത് എന്താണ്? ആ വാട്ടർ എടുക്കുവാണ്. ആ മണ്ണ് അവിടെ നിർത്തിയിട്ട് വാട്ടർ മാത്രം വേർതിരിച്ചെടുക്കുന്നു. സെഡിമെൻറ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇതിങ്ങനെ കീപ്പ് ചെയ്യുന്നു. അടിയിൽ എന്ത് ചെയ്യുന്നു? മണ്ണ് സെറ്റിലാകുന്നു, മേലെ വാട്ടർ സെറ്റിലാകുന്നു. ഓക്കെ, അതിൽ നിന്നും നമ്മൾ എന്താണ്? വേർതിരിച്ചെടുക്കുന്നതാണ് ഡീകാൻറ്റേഷൻ. അപ്പോൾ സെഡിമെൻറ്റേഷൻ, ഡീകാൻറ്റേഷൻ എന്ന് പറയുന്ന ഒറ്റ മെത്തേഡാണ്. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് നോക്കിയാലോ. അതായത് ഇവാപ്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ലിക്വിഡിനെ വേപ്പറാക്കി മാറ്റും. ഓക്കെ, സോളിഡ് ലെഫ്റ്റ് ബിഹൈൻഡ്. സോളിഡ് അങ്ങനെ തന്നെ നിൽക്കും. ഇപ്പോൾ ഉപ്പ് വെള്ളത്തിനെ എന്താണ്? ആ വെള്ളത്തിനെ വേപ്പറാക്കും, നീരാവിയാക്കി മാറ്റും. ഉപ്പ് അങ്ങനെ തന്നെ നിൽക്കും. അതാണ് എന്ത്? ഇവാപ്പറേഷൻ. ഇനി വിനോവിങ് എന്ന് വെച്ചാൽ എന്താ? വിൻഡ് സെപ്പറേറ്റ്സ് ലൈറ്റർ പാർട്ടിക്കിൾസ്. അതായത് ഈ വിൻഡ്, അതായത് ഇപ്പോൾ പാട്ടുവാണെങ്കിലും എന്താണ്? ആ കാറ്റ് എന്താണ്? ലൈറ്റർ പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഫിൽട്രേഷൻ യൂസിങ് ഫിൽറ്റർ ടു റിമൂവ് സോളിഡ്. നമ്മളിപ്പോൾ കണ്ടില്ലായിരുന്നോ നമ്മുടെ അരിപ്പയൊക്കെ. ഇനി സെഡിമെൻറ്റേഷൻ, ഹെവി പാർട്ടിക്കിൾ സെറ്റിൽ അറ്റ് ബോട്ടം. ഡീകാൻറ്റേഷൻ എന്താണ്? പോറിങ് ഓഫ് ക്ലിയർ ലിക്വിഡ് ആഫ്റ്റർ സെഡിമെൻറ്റേഷന് ശേഷം എന്താണ്? ആ ക്ലിയർ ലിക്വിഡിനെ pour ചെയ്യാം, അതായത് എന്താണ്? നീക്കിക്കളയാം. മാഗ്നറ്റിക് സെപ്പറേഷൻ യൂസിങ് മാഗ്നറ്റ് ടു സെപ്പറേറ്റ് മെറ്റൽസ്. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കിയാൽ മതി. ഈ മെത്തേഡ്സ് പഠിക്കണ്ട, ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നുള്ളൂ. നിങ്ങൾ ആകെ പഠിക്കേണ്ട കാര്യം എന്താണ്? ഒരു സിറ്റുവേഷൻ തന്നാൽ അവിടെ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്ന, എന്ത് പ്രോപ്പർട്ടിയാണ് അവിടെ ഉള്ളതെന്ന് മാത്രം പഠിച്ചാൽ മതി. ഇത് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തോന്നുള്ളൂ. ഓക്കെ ആണോ? സോറി. ഇനി ഇവിടെ നോക്കിക്കേ, നമ്മുടെ റൈസ് മിക്സ്ഡ് വിത്ത് സ്റ്റോൺസ് എക്സാമ്പിളാണ്. നമുക്ക് പറക്കി കളയാവുന്നതല്ലേ ഉള്ളൂ. അതിൻ്റെ സൈസ്, ഷേപ്പ്, കളർ വേറെയില്ലേ, അതുകൊണ്ട് പറക്കി കളയാൻ എളുപ്പമല്ലേ. ഇനി എ മിക്സ്ചർ ഓഫ് സാൻഡ് ആൻഡ് അയൺ പൗഡർ. നമുക്ക് ഇതിൽ നിന്ന് ഹാൻഡ് പിക്കിംഗ് പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ അവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്? മാഗ്നറ്റിസം. വെരി ഗുഡ്. ഇനി സെപ്പറേറ്റിംഗ് സാൻഡ് ഫ്രം സീ വാട്ടർ കളക്റ്റഡ് ഇൻ സാൾട്ട് ഫീൽഡ്. ഉണ്ടോ? ഇങ്ങനെയാണ് നമ്മുടെ സാൾട്ട് ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? ഇനി അടുത്തത് നോക്കിക്കേ, സെപ്പറേറ്റിംഗ് അയൺ പൗഡർ ഫ്രം സാൻഡ്. അവിടെ ഒരു മാഗ്നറ്റ് കൊണ്ടുവന്നേക്കുവാല്ലേ. ഇനി അടുത്ത് നോക്കിക്കേ, സെപ്പറേറ്റിംഗ് ദ ചാഫ് ഫ്രം പാഡി. അരിയിൽ നിന്ന് എന്താണ്? തൗട് നീക്കം ചെയ്യുന്നതാണ്. ഇതുപോലെ പാറ്റി എടുക്കും.
ഇനി സെപ്പറേറ്റിംഗ് ബട്ടർ ഫ്രം കേർഡ്, ഇങ്ങനെ ഈ സാധനം വെച്ചുകൊണ്ട് കലക്കി സെപ്പറേറ്റ് ആയിട്ട് എടുക്കും. മനസ്സിലായോ? ഇനി ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ പറയണേ. എന്തായാലും പറയണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. ഡു റൈസ് ആൻഡ് സ്റ്റോൺ ഹാവ് സെയിം കളർ? ഡു ദേ ഹാവ് സെയിം ഷേപ്പ് ആൻഡ് സൈസ്? നോ. ഡിഫറെൻറ്റ് ഷേപ്പ്, ഡിഫറെൻറ്റ് സൈസ്, ഡിഫറെൻറ്റ് കളർ. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കമ്പോണൻസ് ഓഫ് വിച്ച് ഓഫ് ദീസ് മിക്സ്ചേഴ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഹാൻഡ്? ഓപ്ഷൻസ് പറയാം. ഇഫ് ദ സ്റ്റോൺസ് ഹാവ് ഏതാണ് ഹാൻഡ് വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്? റൈസ് ആൻഡ് സാൻഡ്. ഓക്കെ, നമ്മുടെ ഇത് റൈസ് മിക്സ്ഡ് വിത്ത് സ്റ്റോൺസ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ സ്റ്റോൺസ് ഹാവ് ദ സെയിം സൈസ് ആൻഡ് കളർ ദാറ്റ് ഓഫ് റൈസ് വുഡ് ഇറ്റ് പോസിബിൾ ടു സെപ്പറേറ്റ് ദം ബൈ ഹാൻഡ്? ഒരേ കളർ, ഒരേ സൈസ് ആണെങ്കിൽ നമുക്ക് ആ റൈസിൽ നിന്ന് സ്റ്റോണിനെ നീക്കം ചെയ്യാൻ പറ്റുമോ? യെസ്, വെരി ഗുഡ്. നോ, പറ്റത്തില്ല അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ അയൺ ഡസ്റ്റ് ബി സെപ്പറേറ്റ് ഫ്രം സാൻഡ്? പറ്റുമോ? അയണിനെ സാൻഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? യെസ്. എന്ത് വഴിയാണ്? മാഗ്നറ്റിസം. നമ്മുടെ പ്രോപ്പർട്ടി മാഗ്നറ്റിസം, മാഗ്നറ്റ് വഴി നമുക്ക് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ അയൺ പൗഡർ ബി സെപ്പറേറ്റഡ് ഫ്രം സാൻഡ് ബൈ മേക്കിംഗ് യൂസ് ഓഫ് എനി അതർ പ്രോപ്പർട്ടി ഓഫ് അയൺ പൗഡർ? പറ്റുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് പറയണേ. ക്യാൻ അയൺ പൗഡർ ബി സെപ്പറേറ്റഡ് ഫ്രം സാൻഡ് ബൈ മേക്കിംഗ് യൂസ് ഓഫ് എനി അതർ പ്രോപ്പർട്ടി ഓഫ് അയൺ പൗഡർ? അപ്പോൾ ഏതാണ്? മാഗ്നറ്റിക് സെപ്പറേഷൻ. അതായത് എന്താണ്? നമ്മുടെ മാഗ്നറ്റിസം, ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, ഫൈൻഡ് ഔട്ട് more instances of separating components in the same way and list them in the table below. അപ്പോൾ പിക്കിംഗ് അപ്പ് എന്താണ്? നമ്മുടെ റൈസ് മിക്സ്ഡ് വിത്ത് സ്റ്റോൺസ്. സെപ്പറേഷൻ യൂസിങ് മാഗ്നറ്റ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്ന എക്സാമ്പിൾ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ഏതാണ്? സെപ്പറേറ്റിംഗ് അയൺ പൗഡർ ഫ്രം സാൻഡ്. അപ്പോൾ നിങ്ങളത് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. മെത്തേഡ് ഓഫ് സെപ്പറേഷനാണ് പറയേണ്ടത്. സാൾട്ട് ഈസ് സെപ്പറേറ്റഡ് ഫ്രം സീ വാട്ടർ കളക്റ്റഡ് ഇൻ സാൾട്ട് ഫീൽഡ്സ്. മെത്തേഡ് ഓഫ് സെപ്പറേഷൻ എന്താണ്? ഇവാപ്രേഷൻ. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ടേബിൾ പഠിച്ചുകൊണ്ടല്ലേ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ടേബിൾ പഠിക്കുക. ഇവാപ്രേഷൻ. ഇനി ബട്ടർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം കേർഡ്. നമ്മളവിടെ യൂസ് ചെയ്യുന്നത് എന്തായിരുന്നു? നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ചേണിങ്. എല്ലാവരും പറഞ്ഞ് ചേണിങ്. ഓക്കെ. ഇനി അയൺ പൗഡർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം സാൻഡ്. അവിടെ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്താണ്? എല്ലാവരും പറഞ്ഞേ. എന്താണ്? മാഗ്നറ്റിക് സെപ്പറേഷൻ. ഓക്കെ, മാഗ്നറ്റിക് സെപ്പറേഷൻ. അപ്പം നമുക്കവിടെ എഴുതാം മാഗ്നറ്റിക് സെപ്പറേഷൻ. ഇനി പാഡി ആൻഡ് ചാഫ് ആർ സെപ്പറേറ്റഡ്. ഏതാണ്? വിനോയിങ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാവേ, നിങ്ങൾ ആൻസർ പറയണേ. ഓക്കെ, ഇതോടുകൂടി തീരും കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്തായാലും പഠിക്കണം. പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു തന്നില്ലേ. അപ്പോൾ ഇനി ഒരു 4 ക്വസ്റ്റ്യൻസും കൂടി ചോദിക്കാം, നിങ്ങൾ ആൻസർ പറയണേ. ഫ്രം ദ ടേബിൾ ഐഡൻറ്റിഫൈ ദ കോണ്ടെസ്റ്റ് ദാറ്റ് യൂട്ടിലൈസസ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഫോർ ദ സെപ്പറേഷൻ ഓഫ് ഡിസോൾവ്ഡ് കമ്പോണൻറ്റ്. അതായത് സെപ്പറേഷൻ്റെ സമയത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്ററിന് എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ച മിക്സ്ചേഴ്സ് ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി.
ഉണ്ട്. നമ്മുടെ സാൾട്ട് വാട്ടർ, അവിടെ എന്താണ്, ഉപ്പുവെള്ളം, ആ ലിക്വിഡ് എന്തായിട്ട് മാറി, ഗ്യാസായിട്ട് മാറി അല്ലേ. അപ്പോൾ അത് എക്സാമ്പിളാണ്. ഹൗ ഈസ് ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ബട്ടർ ഫ്രം കേർഡ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്? ഏതാണ് യൂസ് ചെയ്യുന്നത്? churning. Okay, next, which situation makes use of the magnetic property of the component for separation? എപ്പോഴാണ്? sand mixed with iron powder. Okay, which property is used to separate chaff from paddy? ഏതാണ്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. നമ്മുടെ വിനോയിങ്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ആൻസർ നോട്ടിലേക്ക് എഴുതിയെടുക്കാം കേട്ടോ. അതായത് ഫസ്റ്റിൻ്റെ ആൻസർ, ബാക്കി 3 എണ്ണത്തിൻ്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ. അപ്പോൾ ഫസ്റ്റിൻ്റെ ആൻസർ സാൾട്ട് ഫ്രം സീ വാട്ടർ, അവിടെ എന്താണ്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് പറഞ്ഞാൽ മതി. ഇതിന് ഫസ്റ്റ് ക്വസ്റ്റിന് ആൻസറായിട്ട് സാൾട്ട് വാട്ടർ ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ് എന്ന് പറഞ്ഞാൽ മാത്രം മതി. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും പഠിച്ചോ? നമ്മളപ്പോൾ എന്താ പഠിച്ചേ? ശരിക്കും പറഞ്ഞ എന്താണ്, ഈ പറയുന്ന ടേബിള് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഈ ടേബിള് മാത്രം പഠിച്ചാൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ ടേബിളും പഠിക്കാം. ഓക്കെ ആണോ? അപ്പം നമുക്ക് നമ്മുടെ ചാപ്റ്റർ തീർന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ നമുക്ക് എന്താണ്, നമ്മുടെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.